ഇന്ന് നമ്മൾ കാലിഫോർണിയയിലൊരു ഫാമിൽ ഫ്രൂട്ട്സ് പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഫ്രൂട്ട് ട്രീ പീച്ചാണ്. അമേരിക്കയിലെ ഫാമുകളിൽ ഫ്രൂട്ട്സ് റെഡിയാകുമ്പോൾ ആവശ്യക്കാർക്ക് വന്ന് ധാരാളം ഫ്രൂട്ട്സ് പറിച്ചെടുക്കാം. എത്രമാത്രം ഫ്രൂട്ട്സ് നമ്മൾ പറിച്ചോ അത്രയും ഫ്രൂട്ട്സിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. അതാണ് ഇവിടുത്തെ രീതി. ഇത് കണ്ടോ, എന്തോരം ഫ്രൂട്ട്സാണ് ഇങ്ങനെ പഴുത്ത് കിടക്കണേന്ന്. വാ, എന്ത് രസം ഇത് കാണാൻ. മനോഹരമായൊരു കാഴ്ച കേട്ടത്. ഒത്തിരി പഴങ്ങളിങ്ങനെ പഴുത്ത് താഴെ വീണ് കിടക്കും കേട്ടോ. ഇവിടെ എന്തോരം നോക്കി. ഇതൊരു മനോഹരമായൊരു കാഴ്ച തന്നെ. ഞാൻ ഈ മരത്തിൻ്റെ അടിയിൽ കയറി നിന്നാണ് ഷൂട്ട് ചെയ്യണേ. ഭയങ്കര രസമാണ്. നമ്മുടെ ചുറ്റി ഇങ്ങനെ പഴങ്ങളിങ്ങനെ പഴുത്തൊലഞ്ഞ് നിൽക്കുന്നത്. ഇത് ശരിക്കും ഈ മരത്തിൽ നിന്ന് തന്നെ പറിച്ച് തിന്നാം. അതുപോലെ പഴുത്ത് നിൽക്കുക കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കയറുന്നുണ്ട് ഇതൊക്കെ കാണാൻ. ഫ്രൂട്ട്സ് പഴുക്കുമ്പോൾ ഒത്തിരി പേർ ഫാമിലിയായി ഇവിടെ വന്ന് പഴങ്ങളൊക്കെ പറിച്ച് കുറേ സമയമൊക്കെ ചിലവഴിച്ച് സന്തോഷമായി അവർ തിരിച്ചു പോകും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഈ ഫാമിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഈ തോട്ടത്തിലുള്ള എല്ലാ പഴമരങ്ങളും കൊണ്ടു നടന്നവർ കാണിച്ചു തരും. ഇത് മനോഹരമായൊരു കാഴ്ച. എന്തോരം പഴങ്ങളാന്ന് നോക്കി. ഞാൻ ഈ മരത്തിൻ്റെ അടിയിൽ കയറിയെന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഭയങ്കര രസമാണ് ഇവിടെ നിന്നത് കാണാൻ. ഇത് ഭയങ്കര മനോഹരമായൊരു കാഴ്ച. എന്തോരം പഴം അല്ലേ. ഇത് ഭയങ്കര തന്നെ കേട്ടോ. ധാരാളം കൃഷിഭൂമിയുള്ള പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കാലിഫോർണിയ ഫലപുഷ്ടമായ കൃഷിഭൂമിയുള്ളൊരു പ്രദേശമാണ്. ഈ പഴം കഴിക്കാൻ നല്ല രുചിയാട്ടോ. ചെറിയൊരു പുളിയോടുകൂടിയ മധുരമാണ് ഞാൻ കഴിക്കാൻ. നമുക്ക് ഈ പഴങ്ങൾ എന്തോരം വേണം പറിച്ചെടുക്കാം കേട്ടോ. എത്രമാത്രം നമ്മൾ പറിക്കുന്നോ അതിനുള്ള പൈസ അവർക്ക് കൊടുത്താൽ മതി. അവർ നമ്മൾ പറിക്കുന്ന പഴം തൂക്കി നോക്കും. അപ്പോൾ എത്ര പൗണ്ട് നമ്മൾ പറിച്ചോ അതിനുള്ള പൈസ അവർക്ക് കൊടുക്കും. ഇതാണ് ഇന്ന് നമ്മൾ പിക്ക് ചെയ്ത ഫ്രൂട്ട്സ്. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മണ്ണും ഇവിടുത്തെ വിളകൾ തഴച്ചു വളരാൻ സഹായിക്കുന്നു. പല വിധത്തിലുള്ള കൃഷികൾ ഇറക്കാൻ അനുയോജ്യമായ മണ്ണാണ് കാലിഫോർണിയയിലേത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.